നമുക്ക് ഇനി ഉന്നതതല യോഗത്തിലെടുക്കുന്ന തീരുമാനം അത് മുഖ്യമന്ത്രി അറിയിച്ച കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന്, കർണാടകയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതും അറിയണം. IB-യിലാണ് ഉന്നതതല യോഗം നടക്കുന്നത്. നമ്മുടെ MLA-മാരടക്കം അവിടെ പങ്കെടുക്കുന്നുണ്ട്. മുബഷിർ പി അക്ബർ, ഉന്നതതല യോഗം തുടങ്ങിയോ? എല്ലാവരും IB-യിലേക്ക് എത്തിയോ? സുജയ പാർവതി, IB-യിൽ ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയുടെ ഫിഷറീസ് മന്ത്രി അല്പസമയം മുമ്പ് ഈ ഒരു ദുരന്തബാധിത മേഖലയായ ശിരൂരിലെത്തിയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അനൗദ്യോഗികമായി ഇവർ തിരച്ചിൽ നിർത്തുകയാണെന്ന വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഉന്നതതല യോഗം തീരുമാനിക്കുന്നത്. ഈ യോഗം ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് പിൻവശത്ത് കാണുന്ന IB-ക്ക് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ആ യോഗത്തിന് ശേഷമായിരിക്കും നിർണായകമായ തീരുമാനം എന്തെന്ന കാര്യത്തിൽ അവർ ഒരു പ്രതികരണം നടത്തുക എന്നുള്ളതാണ്. ഇവിടെയുള്ള ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, അതുപോലെ തന്നെ മറ്റു ഇവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, നേവിയുടെയും അതുപോലെ തന്നെ കരസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥർ, അതുകൂടാതെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, MLA-മാരൊക്കെ തന്നെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. M. വിജിൻ MLA, അതുപോലെ അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമുക്കറിയാം ഈ ഒരു ദൗത്യം പാതി വഴിയിൽ വെച്ച് അവസാനിപ്പിക്കരുതെന്ന് കേരളം ശക്തമായി തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ കേരളം ഇതേ ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കണ്ടെത്താൻ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. യോഗം നടത്തുന്നതിന് വേണ്ടി എന്തിനാണ് ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായി ചോദിക്കുമ്പോൾ ഈ യോഗത്തിന് ശേഷം എന്ത് തീരുമാനമായിരിക്കും അവർ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നിലവിലെ സാഹചര്യമൊക്കെ തന്നെ നേരത്തെ മലയമ്മ ആ ഒരു ദുരന്തബാധിത മേഖലയിൽ നിന്നും പ്രേക്ഷകരുമായി വാർത്ത പങ്കുവച്ചിരുന്നു. ആ ഒരു സമയത്ത് മലയമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു മേഖലയിൽ നിന്നും സർവ്വസജ്ജമായ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ തന്നെ ആ ഒരു മേഖലയിൽ നിന്നും അവിടെ നിന്ന് പോന്നു കഴിഞ്ഞു. നിലവിൽ കരാർ മേഖലയിലെ പ്രവർത്തകർ മാത്രമാണ് ആ ഒരു മേഖലയിലുള്ളത് എന്നുള്ളത്. സ്വാഭാവികമായും ഇനി തിരച്ചിലുണ്ടാകുമെന്നുള്ള ചോദ്യം തന്നെയാണ്. അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇവർ യോഗത്തിന് മുൻപ് എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ യോഗത്തിന് ശേഷം ഔദ്യോഗികമായത് സ്ഥിരീകരിക്കുക മാത്രമാവും ചെയ്യുക എന്നുള്ളതാണ്. 13ാമത്തെ ദിവസമാണ് ഈ ഒരു തിരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായൊരു ആവശ്യം ഇതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് 13ാമത്തെ ദിവസത്തിൽ കർണാടക അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഗേറ്റിലൂടെ പ്രവേശിച്ചതിന് ശേഷമാണ് IB-യുടെ കെട്ടിടമൊക്കെ തന്നെയുള്ളത്. അവിടെയാണ് ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഒരു യോഗം ചേരുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെയുള്ള വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരമൊരു നിർദ്ദേശം ഇവിടെയുള്ള കർണാടകയിലെ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ആളുകൾക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് കൂടുതൽ ഉപകരണങ്ങളൊന്നും തന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗോവയിൽ നിന്നും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നുമൊക്കെ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ഉപകരണങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവയൊന്നും തന്നെ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല എന്നൊരു അഭിപ്രായം ഇവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. അത് സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി. അത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ വിഷയമായി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഇത്രയധികം ദിവസം അവർ നീട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇവിടെയുള്ള വൃത്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഈ 13ാമത്തെ ദിവസത്തിൽ ഒരു പക്ഷേ നിർത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഏറെ നിരാശാജനകമായ കാര്യമാണ്. അർജുൻ ഉൾപ്പെടുന്ന 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏറെ പ്രതീക്ഷയോടെ ലോക മലയാളികളും ലോകം മൊത്തം തന്നെ കാത്തിരിക്കുന്ന വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷമായ ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. വിശേഷം ഈശ്വർ മാൽപ്പയെ പോലെയുള്ള രക്ഷാദൗത്യത്തിൽ സധൈര്യം മുന്നിട്ടിറങ്ങി കടലിനോട് മല്ലടിച്ച് പരിചയമുള്ള വ്യക്തിയൊക്കെ തന്നെ ഈ ഒരു മേഖലയിലെത്തി തിരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി. 9 തവണ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് പരിശോധന നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാതെ വീണ്ടുമുള്ള ദൗത്യ സംഘത്തിനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പാതി വഴിയിൽ ഇത് നിർത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. കർണാടകയിൽ തന്നെ നവമാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള കർണാടകയിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറെ നിരാശാജനകമായ കാര്യം തന്നെയാണ്. പക്ഷേ ഔദ്യോഗികമായ അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ വിശേഷം കേരളം ആ നിലയിലുള്ള സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഇത്തരം ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ 2 തവണ കത്തയച്ചു കഴിഞ്ഞു. ഇന്ന് വീണ്ടും കത്തെഴുതി അയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് രക്ഷാദൗത്യം അവസാനിപ്പിക്കരുത്, അത് തുടരണം. കാരണം ഇത്രയും ദിവസം ഇത്രത്തോളം പരിശ്രമിച്ചതിന്റെ ഒരു ഫലം അത് ലഭിക്കാതെ പാതി വഴിയിൽ വെച്ച് ഈ ഉന്നതതല യോഗം നടത്താൻ പോകുന്നു. നമ്മുടെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഉന്നതതല യോഗം നടക്കാൻ പോകുന്നു. IB-യിലേക്ക് എല്ലാവരും എത്തും. അതിനുശേഷമാണ് അന്തിമ തീരുമാനമെന്ന് പറയുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അവിടെ നിന്നുള്ള സാധന സാമഗ്രികൾ എല്ലാം മാറ്റുകയാണ്. ശൂന്യമാണ്. ഷിരൂർ കുന്നിന്റെ താഴ്വാരം ഇപ്പോൾ ശൂന്യമാണ്. അവിടെ ഒന്നുമില്ല. എക്സ്കവേറ്റർ കൊണ്ടുപോകുന്നതിനുള്ള വാഹനം വന്നാൽ എക്സ്കവേറ്ററും അവിടെ നിന്ന് നീക്കും. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞു. എല്ലാ സംവിധാനങ്ങളും മാറിക്കഴിഞ്ഞു. ഈശ്വർ മൽപ്പയും സംഘവും 3 മണിക്കൂർ കൊണ്ട് യാത്ര എത്താവുന്ന ദൂരത്തിലാണ്, ഉടുപ്പിയിലാണ്. അവരെത്തുമെന്ന് പറയുന്നു. പക്ഷേ അവരെ ഇനി വിളിക്കുമോ? ഈ തെരച്ചിൽ തുടരുമോ? ഈ സംവിധാനങ്ങൾ ട്രിച്ചിയിൽ നിന്നൊക്കെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള ആലോചനകളാണ് നടക്കുന്നത്. അതിനും ഉറപ്പില്ല. ഈ ശനിയാഴ്ചയോടുകൂടി എത്തുമോ എന്ന് MLA-യോട് ചോദിക്കുമ്പോൾ എത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഏത് രീതിയിൽ, എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. മുഖ്യമന്ത്രി റിക്വസ്റ്റ് മുന്നോട്ട് വെക്കുന്നെങ്കിലും നദി തെളിയാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തോടാണ് റിക്വസ്റ്റ് നിൽക്കുന്നത്. മുബഷീർ,
നിശ്ചയമായും സുജയ അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അസാധാരണമായൊരു നീക്കം എന്നും ഒന്നും തന്നെ ഈ ഒരു തീരുമാനത്തെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഫിഷറീസ് മന്ത്രി, കർണാടകയുടെ ഫിഷറീസ് മന്ത്രി ആ ഒരു മേഖലയിലേക്ക് ആ ഒരു സമയത്ത് തന്നെ എത്തിച്ചേരുന്നത്. നമ്മളത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റ് നമ്മൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അദ്ദേഹം പറയുന്നത് കന്നഡയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ശക്തമായ കുത്തൊഴുക്കുണ്ട്, ഇനി തിരച്ചിൽ നിലവിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജില്ലാ കളക്ടർ ലക്ഷ്മിൽ പ്രിയ തന്നെ അതിൽ ഇടപെടുന്നുണ്ട്. ഉന്നതതല യോഗമുണ്ടല്ലോ, നിങ്ങളോട് അതിനുശേഷം സംസാരിക്കാമെന്ന് മലയാള മാധ്യമങ്ങളോട് ഉൾപ്പെടെ ജില്ലാ കളക്ടർ തന്നെ അത് പറഞ്ഞതിന് ശേഷം മന്ത്രിയെ കൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ആ ഒരു മേഖലയിലൊക്കെ തന്നെ ആളുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരെ തന്നെ ആ ഒരു മേഖലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഈ മേഖലയിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു IB-ക്കകത്താണ് ഇപ്പോൾ യോഗം നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നത്. അത് എന്ത് തരത്തിലുള്ള യോഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അസാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്ത് പോലും നടക്കുന്നത്. ഇപ്പോൾ കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇത്രത്തോളം അസാധാരണമായി ഇതിനുള്ളിൽ നടക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. മുബഷീർ നിൽക്കുന്നത് IB-യുടെ അവിടെയാണ്. IB-യുടെ അകത്തേക്ക് കടക്കാതെ പോലീസ് തടയുന്നു. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഷിരൂർ കുന്നിന്റെ അടുത്തേക്ക് പോകരുത്, മണ്ണിടിച്ചിലുണ്ടാകും, ഏത് നിമിഷവും അപകടം പറ്റാം. ഇന്നിപ്പോൾ ദീപക് അവിടേക്ക് പോകുമ്പോൾ അവിടെ തടയാനെന്നല്ല, കാവലിന് പോലും ആൾക്കാരില്ല. IRB-യുടെ ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ എന്താണ് ശരിക്കും? ഇതൊക്കെ വെറും നാടകമാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഇത് കാണുന്ന പ്രേക്ഷകർ ചോദിക്കുമെന്നുള്ളത് വസ്തുതയാണ് സുജയ. കാരണം നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഇവിടെ നിലനിന്നൊരു അലംഭാവം നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. പിന്നീട് കണ്ടത് മാധ്യമങ്ങൾ ഇത് ചിത്രീകരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കർണാടകയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിന് പ്രതിഷേധമായി രംഗത്ത് വന്നതാണ്. ഭരണകൂടത്തിന്റെ വീഴ്ച അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോലും ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയായി തന്നെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ തിരച്ചിലിന്റെ 13ാമത്തെ ദിവസമാണ് ഈ നിലയിൽ ഒരു അപ്രതീക്ഷിതമായുള്ള തീരുമാനം കർണാടക ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം അപ്രതീക്ഷിതമായ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈശ്വർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു തിരിച്ചറിവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നാവികസേനയും കരസേനയും ഉൾപ്പെടെ ആ ഒരു മേഖലയിൽ നിന്നും തിരിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ആ മേഖല പൂർണ്ണമായും ശൂന്യമാണ്. കരാർ കമ്പനിയുടെ അധികൃതർ മാത്രമാണ് ആ ഒരു മേഖലയിലുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയധികം നിഷ്ക്രിയത്വം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. കൂടുതൽ പോലീസൊക്കെ തന്നെ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് മാധ്യമങ്ങളെ ഒന്നും തന്നെ ആ ഒരു മേഖലയിലേക്ക് കടത്തിവിടാതെയുള്ള സുരക്ഷ ഇവിടെ ഒരുക്കുന്നു. എന്താണ് ഇത്രത്തോളം സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്നതെന്ന ചോദ്യമൊക്കെ തന്നെ നമുക്ക് മുമ്പിലുണ്ട്. കാരണം അടിയന്തര യോഗമാണെങ്കിലും അതിനുള്ളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിച്ച് വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആദ്യഘട്ടം മുതൽ ഒരുപക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ തുടർച്ചയായി ഒരു മേഖലയിലെത്തി വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇവിടെയുള്ള അനാസ്ഥകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച സമയത്ത് ഉന്നതതല യോഗത്തിൽ ഇപ്പോൾ കേരളത്തിലെ MLA-മാർ പങ്കെടുക്കുന്നില്ലേ? മുബഷീർ, പോലീസ് എത്ര തടഞ്ഞാലും ഉന്നതതല യോഗം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ അതിലുണ്ടല്ലോ. നമ്മുടെ MLA-മാർ, മന്ത്രി തിരിച്ചു പോന്നോ? നിലവിൽ കേരളത്തിൽ നിന്ന് എത്തിച്ചേർന്ന MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും മാധ്യമങ്ങളെ, കന്നഡ മാധ്യമങ്ങളെയും മലയാള മാധ്യമങ്ങളെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നതിൽ പ്രത്യേക പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഗേറ്റിന് മുൻവശത്ത് പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തടസ്സം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും യോഗം ആരംഭിച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെയാണ് അതിനുള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. യോഗമാണോ അല്ലെങ്കിൽ നേരത്തെ എടുത്ത തീരുമാനം അല്പസമയത്തിന് ശേഷം ഒരു നാടകം കളിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറയാനുള്ള നീക്കമാണെന്നത് ഒന്നും തന്നെ നമുക്കറിയില്ല. വലിയ പ്രതിഷേധം ഇതിനെതിരെ കർണാടകയിൽ തന്നെ ഉയരുന്നുണ്ട്. അപ്രതീക്ഷിതമായൊരു നീക്കമാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ അവസാന ഘട്ടത്തിൽ ഇവരുടെ അലംഭാവം, അനാസ്ഥ ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഇവർ നടപ്പിലാക്കുന്നത്.